കുറുക്കൻ എന്നും വില്ലൻ തന്നെയാണല്ലോ. ഈ കഥയിലെയും ദുർമന്ത്രവാദി ആയിട്ടുള്ള കുറുക്കൻ കാട്ടിൽ അങ്ങനെ വിലസി വരികയാണ്. ഇയാളുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പരിപാടികളാണ്. അതിൽ ഇയാൾ പ്രസിദ്ധി ആർജിച്ചു. നിഷേധമായിട്ടുള്ള ഊർജങ്ങളൊക്കെ വിളിച്ചു വരുത്തി മറ്റുള്ളവർക്ക് കാര്യം സാധിച്ചു കൊടുക്കുക എന്നുള്ള നമ്മുടെ മനുഷ്യരുടെ ഇടയിലുള്ള ചില ഇടപാടുകളുണ്ടല്ലോ. അതുപോലത്തെ ഒരു കുറുക്കൻ തന്നെയാണ് കാട്ടിലെ ഈ കുറുക്കൻ. അന്ധവിശ്വാസവും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുകയും പേടിപ്പിക്കുകയും മറ്റുള്ളവരെ അതിലൂടെ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന കുറുക്കൻ. എന്നാൽ ശാസ്ത്രീയമായിട്ട് ജ്യോതിഷ്യം കൈകാര്യം ചെയ്യുന്ന ഒരു തത്തമ്മ. അപ്പോൾ തത്തമ്മയാണല്ലോ നമ്മൾ മനുഷ്യരും പക്ഷിശാസ്ത്രം എന്ന് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു വിധി തത്തമ്മയ്ക്കുണ്ട്. തത്തമ്മയ്ക്ക് അങ്ങനെ ഒരു സിക്സ്ത് സെൻസ് പോലെ ഒരു ഇൻഡ്യൂഷൻ ഉള്ള പക്ഷിയാണ് തത്തമ്മ. അതുകൊണ്ടാണ് ഈ പണ്ടേ കാലം മുതൽ തന്നെ ഈ തത്തമ്മ കൊണ്ട് ചീട്ടെടുപ്പിക്കുക, ഫലം പറയുക എന്ന് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഈ കാട്ടിലെ നല്ല ജ്യോതിഷ്യം കൈകാര്യം ചെയ്യുന്ന ആണ് ഈ തത്തമ്മ. എന്തായാലും അവിടുത്തെ രാജാവ് എന്ന് പറയുമ്പോൾ സിംഹമാണല്ലോ. സിംഹത്തിൻ്റെ മന്ത്രി ഈ തത്തമ്മ ജ്യോതിഷനെ കാണാനിടയാവുന്നു. അപ്പോൾ തത്തമ്മ ജ്യോതിഷൻ പറയുന്നു, ഇന്ന സമയം കഴിയുന്നത് വരെ സൂക്ഷിക്കണം, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് മരണം വരെ സംഭവിക്കാം എന്ന് ഈ മന്ത്രിയോട് ഈ തത്തമ്മ പറയുന്നു. എന്തായാലും തൽക്കാലത്തേക്ക് നിങ്ങൾ ഇന്ന പ്രതിവിധികളൊക്കെ ചെയ്യൂ എന്ന് മനുഷ്യരുടെ ഇടയിലും ഇങ്ങനെ പ്രതിവിധികൾ കൊടുക്കുമല്ലോ വിശ്വാസമായിട്ട്. അങ്ങനെ ഈ മന്ത്രിക്ക് കൊടുക്കുന്നു. പക്ഷേ ഈ കുറുക്കൻ അതിനെ കടത്തി വെട്ടിക്കൊണ്ട് തൻ്റെ ദുർമന്ത്രവാദം ഈ മന്ത്രിയെ അടിച്ചേൽപ്പിക്കുകയും ജ്യോതിഷൻ പറഞ്ഞു കൊടുത്ത വിധികളൊന്നും ചെയ്യാതെ വരികയും, എന്തായാലും ശരി തന്നെ ഈ മന്ത്രി സൂക്ഷ്മതയോടുകൂടി നടന്നിട്ട് പോലും തെങ്ങിൽ നിന്ന് പുലിയാണ് മന്ത്രി. വലിയൊരു തേങ്ങ ഇതിൻ്റെ തലയിൽ വീണ് ഈ പുലി ചത്തുപോയി. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ ആകെ ദേഷ്യത്തിലായി സിംഹരാജാവ്. അപ്പോൾ അതിന് കാരണം ഈ തത്തമ്മ ചെയ്തു കൊടുത്തതാണ് എന്ന് ഈ കുറുക്കൻ, ദുർമന്ത്രവാദിയായിട്ടുള്ള കുറുക്കൻ രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചു. സിംഹരാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ടാണ് മന്ത്രി മരണപ്പെട്ടത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ ഉടൻ തന്നെ സിംഹം ഭടന്മാരെ വിളിച്ചു വരുത്തി തത്തമ്മയെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ തത്തമ്മയെ കൊല്ലാനായിട്ട് വിധിക്കുകയാണ്. അപ്പം സിംഹം ചോദിച്ചു, എങ്കിലും നീ എന്നെക്കുറിച്ചൊന്ന് പറയൂ, എന്താണ് എനിക്കിനി സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ഉടൻ തന്നെ ഈ തത്തമ്മ പറഞ്ഞു, അങ്ങേക്ക് മരണം അടുത്തിരിക്കുന്നു. കാരണം ദുർമന്ത്രവാദം ചെയ്യുന്ന ആരോ താങ്കൾ കൂട്ടുപിടിച്ച് ഏറെ കാലമായിട്ട് താങ്കൾ ചെയ്തു വരുന്ന അത്തരം കാര്യങ്ങൾക്ക് അതിൻ്റെ നിഷേധഫലം ആകാൻ സമയമായി. ആണോ? എങ്കിൽ ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ മുക്തി നേടും എന്ന് സിംഹം പേടിച്ചു. ഉടൻ തന്നെ തത്തമ്മ പറഞ്ഞു, ഈ ദുർമന്ത്രവാദം ചെയ്യുന്നവനെ തട്ടിക്കളയുക, എങ്കിൽ അങ്ങേക്ക് മരണം സംഭവിക്കില്ല. എനിക്ക് എന്തായാലും ഇതിൽ നിന്ന് വിടുതൽ അങ്ങ് നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഞാനിപ്പോൾ മരിക്കില്ല എന്ന് ഈ തത്തമ്മ വളരെ ധൈര്യപൂർവ്വം സിംഹത്തിനോട് പറയുന്നു. അപ്പോൾ സിംഹം ഉടൻ തന്നെ, ആർക്കായാലും മരണഭീതി ഉണ്ടല്ലോ, സിംഹമാണെങ്കിലും ആർക്കായാലും പേടി ഉണ്ടാകത്തില്ല ചത്തു എന്ന് പറയുമ്പോൾ. ഉടൻ തന്നെ ഈ ദുർമന്ത്രവാദം നടത്തിയിരുന്ന കുറുക്കനെ വിളിച്ച് അവനെ കൊന്നുകളയുകയാണ് ചെയ്തത്. ഈ തത്തമ്മയെ വെറുതെ വിടുകയും ചെയ്തു. അപ്പോൾ തത്തമ്മ സത്യത്തിൽ ഇവിടെ ജ്യോതിഷം പറഞ്ഞതല്ല, പ്രവചനം ഉന്നയിച്ചതല്ല, അയാൾക്ക് രക്ഷപ്പെടാനുള്ള തന്ത്രം ഇവിടെ പ്രയോഗിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ജ്യോതിഷശാസ്ത്രം സത്യമുണ്ട്,
ദൈവവിശ്വാസം മനുഷ്യർക്കുണ്ടാവണം. എന്നാൽ ശാസ്ത്രവിധി അനുസരിച്ച് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നാം ചെയ്തു പോകണം എന്നാണ് ഈ കഥയുടെ പൊരുൾ. എന്തായാലും ശാസ്ത്രീയമായ ജ്യോതിഷ പ്രതിവിധികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ സമീപിക്കാം. ഞാൻ ജ്യോതിഷഭൂഷണമാണ്. നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സ് മുഖത്തലയിൽ സപ്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാലയം കൂടിയാണല്ലോ. ഇവിടെ നാഗ മത്സ്യാവതാര ജ്യോതിശാലയും ഉണ്ട്. 9605743596 ആണ് എൻ്റെ നമ്പർ. നിങ്ങൾക്ക് അങ്ങനെ ജ്യോതിഷ ഉപദേശം വേണമെങ്കിൽ എന്നെ വിളിക്കാം, വരിക. നല്ലത് നിങ്ങൾക്ക് ലഭിക്കട്ടെ, ഗുണമായി ഭവിക്കട്ടെ. മംഗളം എല്ലാവർക്കും ഉണ്ടാവട്ടെ. സമ്പദ്, സമൃദ്ധി, ഐശ്വര്യ, ആരോഗ്യം ദൈവകൃപയാൽ പ്രകൃതിയാൽ ലഭിക്കട്ടെ. നന്ദി.